ഹലോ ഫ്രണ്ട്സ്, ഇതെൻ്റെ ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ദേവിക. അതേപ്പറ്റി നമുക്ക് കുറേശ്ശെ പരിചയപ്പെടാം. ആദ്യം തന്നെ നമുക്കൊരു സിമ്പിൾ റൈസ് റെസിപ്പി ട്രൈ ചെയ്യാം. അപ്പോൾ ഐശ്വര്യമായിട്ട് നമുക്ക് സ്റ്റൗ ഓൺ ആക്കിയാലോ? എല്ലാവരും മിനിശേഖനായി. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി. നമ്മളിവിടെ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല. ചിക്കൻ്റെ രണ്ട് സൈഡും ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. ഈ ചിക്കൻ ഓൾറെഡി ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ചിക്കൻ മസാല ഇത്രയും ചേർത്ത് അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് മാരിനേറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഈ ചിക്കൻ ഓരോന്നായി നമുക്ക് പെറുക്കി പെറുക്കി പാനിലേക്ക് ഇടാം. ഇത് ഇവിടെ നിന്ന് സെറ്റ് ആവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി പരിപാടികൾ നോക്കാം. വായോ. അടുത്ത് നമുക്ക് കുക്കർ വെക്കാം. കുക്കർ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു സ്പൂൺ പെരിഞ്ജീരകം അഥവാ വലിയ ജീരകം ഇടാം. ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കുക. ഒന്ന് വഴന്നു വരുമ്പോൾ ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഓവറായിട്ട് വഴണ്ട് വരേണ്ട കാര്യമില്ല. നമ്മൾ ചിക്കൻ കറിക്കൊക്കെ വെക്കുന്ന പോലെ ബ്രൗൺ കളറായിട്ട് വരേണ്ട കാര്യമില്ല. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. പാനിൽ നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കൻ ഒരു സൈഡ് ഏകദേശം ഒന്ന് സെറ്റായി. ഇനി നമുക്കതൊന്ന് മറിച്ചിടാം. ഈ നോൺ സ്റ്റിക്ക് പാനിൽ യൂസ് ആക്കുന്ന വുഡൻ സ്പാച്ചുല എൻ്റെ മോള് കളിക്കാൻ കൊണ്ടുപോയി കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ സ്റ്റീൽ സ്പൂൺ യൂസ് ചെയ്യുന്നത്. ഇനി ഈ സൈഡ് ഒന്ന് സെറ്റായി വരട്ടെ. ഇനി വീണ്ടും സവാളയിലേക്ക് വരാം. വഴണ്ട് വന്ന സവാളയിലേക്ക് 1.5 തക്കാളി ചേർത്ത് നല്ലതുപോലെ വഴറ്റണം. 1.5 തക്കാളിയോ 2 തക്കാളിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. തക്കാളിയാണ് ഈ റെസിപ്പിക്ക് കൂടുതൽ ടേസ്റ്റ് നൽകുന്നത്. വേണമെങ്കിൽ വീണ്ടും ഓയിലും ചേർക്കാം. ഇനി വീണ്ടും കുക്കറിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചക്കുത്ത് മാറുന്നത് വരെ ഒന്ന് ഇളക്കി എടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. 2 സൈഡും അത്യാവശ്യം മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതാണ് ഈ ഉള്ളിയുടെ പാകം. ഒരുപാട് വഴണ്ട് വരണ്ട. സവാള ഏകദേശം ഈ പരുവമാകുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് തുടങ്ങാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ ചിക്കൻ മസാല. ഇത്രയും ചേർത്ത് നല്ലതുപോലെ നമുക്ക് ഇളക്കിയെടുക്കാം. ഇപ്പോൾ കണ്ട ഇളക്ക് ഇതിൻ്റെ കെട്ടിയൻ പറഞ്ഞിട്ടാണേ. 1/4 സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് ഫ്രൈ ആയ ചിക്കൻ ഈ കൂട്ടിലേക്ക് ഇടാം. ചെറുതായി ഒന്ന് ഇളക്കിയെടുക്കാം. ചിക്കൻ പൊട്ടിപ്പോകുമെന്ന് പേടിക്കണ്ട. ഓവർ കുക്ക്ഡ് ആയിട്ടില്ലല്ലോ. ഞാൻ 2 പുഴുങ്ങിയ മുട്ട കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടം പോലെ ചിക്കൻ മാത്രമായിട്ടോ മുട്ട മാത്രമായിട്ടോ അല്ലെങ്കിൽ വെജിറ്റേറിയൻസ് പനീറായിട്ടോ ഇതൊന്നുമില്ലെങ്കിലും റൈസിന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് അരി ചേർക്കാം. ഇത് 1.5 കപ്പ് ചെറിയ ബിരിയാണി അരിയാണ്. ബസുമതി ഇഷ്ടമുള്ളവർക്ക് അതും ചേർക്കാം. 1.5 കപ്പ് അരിക്ക് അതിനിരട്ടി വെള്ളം. അതാണ് ഒരു കണക്ക്. എന്തായാലും അരിക്ക് മുകളിൽ വെള്ളം പൊങ്ങി നിൽക്കണം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ഇനി നിങ്ങളുടെ ഇഷ്ടാനുസരണം നെയ്യും ചേർക്കാം. ഞാനിവിടെ 2-2.5 സ്പൂണോളം നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇനി കുക്കർ നമുക്ക് മൂടി വെക്കാം. ഫ്ലെയിം കൂട്ടി വെക്കാം. എനിക്ക് കുറച്ച് ധൃതി ഉള്ളത് കൊണ്ടും സമയം 2 മണി ആകാറായതുകൊണ്ടും നല്ല ഫ്ലെയിമിൽ ഒരു 5 വിസിൽ കേൾപ്പിച്ച് ഞാൻ നിർത്തി കേട്ടോ. ചെറിയ ഫ്ലെയിമിൽ ഒരു 3 വിസിലായാലും മതി. അപ്പോൾ കുക്കറിനുള്ള എയറൊക്കെ പോയി നമ്മൾ കുക്കർ തുറന്നിട്ടുണ്ട്. നമ്മുടെ റൈസ് ഇവിടെ നല്ലതുപോലെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. ചൂട് കാരണം കമഴ്ത്തി വെച്ച പാത്രം തുറക്കാൻ പറ്റാതെ ഞാൻ കാണിക്കുന്ന ഷോയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. എന്തായാലും പൊട്ടലും ചീറ്റലും ഒന്നുമില്ലാതെ പാത്രവും തുറന്ന് കിട്ടി, റൈസും സെറ്റായി. അപ്പോൾ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സപ്പോർട്ട്, സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.